മമതാ ബാനർജിയെ വിമർശിച്ച് കൊല്ലപ്പെട്ട ഡോക്ടറുടെ അമ്മ രംഗത്ത്. കൂട്ടമാനഭംഗത്തിനിരയാണ് തന്റെ മകൾ. ഇതുവരെ അറസ്റ്റ് ചെയ്തത് ഒരാളെ മാത്രം. കുറ്റവാളികളെ സംരക്ഷിക്കാനും പ്രതിഷേധം അടിച്ചമർത്താനുമാണ് മമത ശ്രമിക്കുന്നതെന്നും അമ്മ പ്രതികരിച്ചു. ആദ്യം ആ പ്രതികരണത്തിലേക്ക്. একটু ভালো কাজ করেনি, এমনকি এখন আমাদের সিএম যাতে প্রতিবাদটা বন্ধ করার চেষ্টা করছেন। আমার মনে হচ্ছে আজকে 144 ধারা জারি করে দিয়েছেন এখানে, যাতে মানুষ প্রতিবাদ করতে না পারে। উনি আমাদের সঙ্গে কোনো সহযোগিতা করেননি, বরং কেসটা পুরো যাতে তাড়াতাড়ি করে মিটিয়ে দেওয়া যায় সেই চেষ্টাই করছিলেন। যেরকম তাড়াতাড়ি পোস্টমর্টম হয়ে যাবে, তাড়াতাড়ি বডি নিয়ে পুড়িয়ে দেবেন। ഗൗതം അനന്തനാരായണൻ ചേരുന്നുണ്ട് വിവരങ്ങളുമായിട്ട്. ഗൗതം, ഒരു മകൾക്കും ഇതുപോലൊരു ഗതി വരരുത് എന്നാണ് ഈ അമ്മ പറയുന്നത്. ഒപ്പം കൂട്ടമാനഭംഗത്തിനിരയായിട്ടാണ് തന്റെ മകൾ കൊല്ലപ്പെട്ടത്. എന്നിട്ട് ഇത്രയും ദിവസം കഴിഞ്ഞിട്ടും ഒരാളെ മാത്രമാണ് അറസ്റ്റ് ചെയ്തത്. മമതാ ബാനർജി സർക്കാരിനെതിരെയും ഒപ്പം സ്ത്രീയായ മുഖ്യമന്ത്രി മമതയ്ക്കെതിരെ അതിരൂക്ഷ വിമർശനം തന്നെയല്ലേ ഡോക്ടറുടെ അമ്മ ഉന്നയിച്ചിരിക്കുന്നത്? രജനി, ഇപ്പോൾ ഈ കൊൽക്കത്തയിൽ മാനഭംഗത്തിന് ഇരയായി കൊല്ലപ്പെട്ട യുവ ഡോക്ടറുടെ അമ്മയുടെ പ്രതികരണമാണ് നമ്മൾ കേട്ടത്. കഴിഞ്ഞ ദിവസം അച്ഛൻ്റെ പ്രതികരണവും ലഭ്യമായിരുന്നു. ഈ കുടുംബം വലിയ വിമർശനം പശ്ചിമ ബംഗാളിലെ ഭരണകൂടത്തിനെതിരെ ഉയർത്തുകയാണ്. അതിൻ്റെ കാരണം നമുക്കറിയാം. കൊലപാതകം നടന്നത് 9-ാം തീയതിയാണ്. ഓഗസ്റ്റ് മാസം 9-നാണ് ഈ സംഭവം നടന്നത്. ഇന്നിപ്പോൾ ഓഗസ്റ്റ് 19 ആയിരിക്കുന്നു. ഏതാണ്ട് ഒരാഴ്ചയ്ക്ക് മുകളിലായിട്ടും കേവലം ഒരു പ്രതിയെ മാത്രമാണ്, അല്ലെങ്കിൽ പ്രതിയെന്ന് കണക്കാക്കപ്പെടുന്ന ഒരേ ഒരാളെ മാത്രമാണ് പിടിച്ചിരിക്കുന്നത്. ബാക്കി ക്രിമിനലുകളെല്ലാം ഇപ്പോഴും കൊൽക്കത്തയിൽ സ്വൈരവിഹാരം നടത്തുന്നു. അതിൽ പലർക്കും TMC നേതാക്കളുമായി അടുത്ത ബന്ധമുണ്ട്. TMCയുടെ പല മുതിർന്ന നേതാക്കളുടെ ബന്ധുക്കൾ ഉൾപ്പെടെ അതിൽ ഉൾപ്പെടുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിനാലാണ് മമതാ ബാനർജി ഈ കേസ് അട്ടിമറിക്കാൻ ശ്രമിക്കുന്നത് എന്നാണ് അമ്മയും ചൂണ്ടിക്കാണിക്കുന്നത്. ആദ്യം മുതൽ തന്നെ ഇതൊരു സൂയിസൈഡാക്കി മാറ്റാനുള്ള ശ്രമമുണ്ടായിരുന്നു. ആദ്യ കോള് ഈ മകൾ മരിച്ചതിന് ശേഷം ആദ്യ കോൾ വരുന്നത് ആശുപത്രിയിൽ നിന്നാണ്. ആദ്യം മകൾക്ക് വയ്യ എന്നും പിന്നീട് തങ്ങളുടെ മകൾ സ്വയം ജീവനൊടുക്കി എന്ന പ്രതികരണം ആദ്യം ആശുപത്രി അധികൃതരുടെ ഭാഗത്തു നിന്നുണ്ടായി എന്നാണ് ഈ അമ്മ പറയുന്നത്. വളരെ വേഗത്തിൽ തന്നെ ഇവർ ആശുപത്രിയിലെത്തി. 10:40 ഓഗസ്റ്റ് 9-ാം തീയതി വെളുപ്പിനെ 10:50 ഇവർ ഈ ആശുപത്രിയിൽ എത്തിയതാണ്. പക്ഷേ വൈകുന്നേരം 3 മണിക്ക് ശേഷമാണ് ഈ കുട്ടിയുടെ മൃതദേഹം കാണാൻ സ്വന്തം അച്ഛനും അമ്മയ്ക്കും കഴിഞ്ഞത് എന്നത് വളരെ ദുരൂഹത ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. അത് ഈ അമ്മ പ്രതികരണത്തിനകത്ത് ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. മാത്രമല്ല, മൃതദേഹം കാണുമ്പോൾ കൈ ഒടിഞ്ഞിരുന്നു, കണ്ണിൽ നിന്നും അതോടൊപ്പം തന്നെ വായിൽ നിന്നും രക്തം വരുന്നുണ്ടായിരുന്നു. അതോടൊപ്പം വസ്ത്രം ഉണ്ടായിരുന്നില്ല, കുറച്ച് ഭാഗത്ത് മാത്രം കീറിപ്പറഞ്ഞ വസ്ത്രങ്ങളായിരുന്നു. അപ്പോൾ കൃത്യമായി തന്നെ ഇത് കാണുന്ന ഏതൊരു വ്യക്തിക്കും ഈ യുവ ഡോക്ടർ കൊടിയ പീഡനത്തിനിരയായി, പീഡനത്തെ തുടർന്നാണ് കൊല്ലപ്പെട്ടത് എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. പക്ഷേ ഇതെല്ലാം അറിഞ്ഞിട്ടും ഇതൊരു സൂയിസൈഡാണെന്ന് വരുത്തി തീർക്കാനാണ് ആദ്യഘട്ടത്തിൽ ആശുപത്രി അധികൃതരും ഭരണകൂടവും ശ്രമിച്ചത് എന്നാണ് അമ്മയുടെ വിമർശനം. ഇത് കൂടാതെയാണ് മമതാ ബാനർജിയെ പേരെടുത്ത് തന്നെ ഇപ്പോൾ ഈ കൊല്ലപ്പെട്ട യുവ ഡോക്ടറുടെ അമ്മ വിമർശിക്കുന്നത്. മുഴുവൻ ഭരണകൂടവുമാണ് തൻ്റെ മകളുടെ ഇത്രയും ക്രൂരമായ കൊലപാതകത്തിന് കാരണമെന്നാണ് അമ്മയും അച്ഛനും ഒരുപോലെ പ്രതികരിക്കുന്നത്. ഇപ്പോൾ പ്രതിഷേധക്കാരെ അടിച്ചമർത്താനാണ് മമതാ ബാനർജി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ലാതെ മകൾക്ക് നീതി നൽകുവാനോ ആ കുടുംബത്തെ നോക്കുവാനോ ശ്രമിക്കുന്നില്ല. മറിച്ച് പ്രതിഷേധിക്കുന്നവരെ 144 പ്രഖ്യാപിച്ച് അടിച്ചമർത്താൻ വനിതാ മുഖ്യമന്ത്രിയായ മമത ശ്രമിക്കുന്നുവെന്നാണ് അമ്മയുടെ വിമർശനം. രജനി, ഒപ്പം ഗൗതം, അമ്മ പറയുന്ന ഒരു കാര്യം വ്യക്തമാണ്. കാരണം ഈ RG-കർ ആശുപത്രി അടിച്ചു തകർത്തതിന് പിന്നിൽ BJP പ്രവർത്തകരാണ് എന്ന് പറഞ്ഞ വനിതാ മുഖ്യമന്ത്രിയാണ് ഈ മമതാ ബാനർജി എന്ന് പറയുന്നത്. ഈ സംഭവം നടന്നത് 9-ാം തീയതിയാണെന്ന് പറയപ്പെടുന്നു. അതിനും ഒരു കൃത്യതയില്ല എന്നാണ് ഈ ഒരു കൊലപാതകം നടന്നതെന്ന്. പിന്നിൽ ഡോക്ടർമാരുണ്ട്, ഒപ്പം ഒരു പോലീസ് ഉദ്യോഗസ്ഥന്റെ പേരൊക്കെ തന്നെ എടുത്തു പറയുന്നുണ്ട്. ഇവിടെ മമത ആർക്ക് വേണ്ടിയിട്ടാണ് ഈ അതിക്രൂര കൊലപാതകം നടത്തിയിട്ടും ഇങ്ങനെ ഒരു സംരക്ഷണ വലയം ഒരുക്കുന്നത്? അതുമാത്രമല്ല, ഈ പ്രതിഷേധക്കാരെ വളഞ്ഞിട്ട് ആക്രമിക്കുന്ന രീതി കൂടിയാണ് മമതാ ബാനർജി സർക്കാർ ചെയ്യുന്നത്. ഇവിടെ ഇപ്പോൾ ഈ ഒരു ആക്രമണം നടത്തിയ ഒരു യുവതി കൊല്ലപ്പെട്ടു, ഒരു ഡോക്ടറായ യുവതി കൊല്ലപ്പെട്ടു എന്ന് പറയുന്നു. മറ്റ് പല സംഭവങ്ങളും നമ്മളിവിടെ എടുത്തു പറയേണ്ടത് കാര്യമാണ്. നമ്മൾ തന്നെ പുറത്തുവിട്ട പല സംഭവങ്ങളുണ്ട്, സന്ദേശ് കാലി അടക്കമുള്ള സംഭവങ്ങൾ. അവിടെയും മമതാ ബാനർജി മൗനം തന്നെയാണ് പാലിച്ചത്. ഇത് എത്ര കാലം ഇങ്ങനെ തുടരും എന്നുള്ളൊരു കാര്യം കൂടെയാണ് ഈ രാജ്യം ഉറ്റുനോക്കുന്നത്. രജനി, മമതാ ബാനർജിയുടെ ഭാഗത്ത് നിന്നും ഈ കുറ്റവാളികളെ സംരക്ഷിക്കാൻ ശ്രമം നടക്കുന്നു എന്നതാണ് പ്രധാനപ്പെട്ട ആരോപണം. തെരുവിൽ പ്രതിഷേധിക്കുന്ന ആരോഗ്യ പ്രവർത്തകരും അതോടൊപ്പം തന്നെ ഈ പെൺകുട്ടിയുടെ അമ്മ, അച്ഛൻ തുടങ്ങിയ മരണപ്പെട്ട പെൺകുട്ടിയുടെ കുടുംബവും ഇതുതന്നെയാണ് ആരോപിക്കുന്നത്. മമത ആരെയൊക്കെയോ സംരക്ഷിക്കാൻ ശ്രമിക്കുന്നു. അതായത് ഈ കൊലപാതകം ഇതൊരു കൂട്ട ബലാത്സംഗമാണ്. ഇത് 1-2 പേർ ചേർന്ന് നടത്തിയതല്ല. അത് പോസ്റ്റ്മോർട്ടത്തിലും ഇക്കാര്യം
വിശദീകരിക്കുന്നുണ്ടായിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇത് 4, 5, 6 ആളുകളൊക്കെ ചേർന്ന് നടന്നിട്ടുള്ളൊരു വലിയ കൊടിയ പീഡനമാണ്. അതിൽ ഒരേ ഒരു വ്യക്തിയെ മാത്രമാണ് ഇതുവരെ അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. മറ്റ് അറസ്റ്റ് ഒന്നും സംഭവിച്ചിട്ടില്ല. അതിനാലാണ് ഈ പ്രതിഷേധം ഓരോ ദിവസം കഴിയും തോറും കൂടുതൽ കനക്കുന്നതിന്റെ അടിസ്ഥാനപരമായ കാരണം ഇതാണ്. അതിനാൽ ആരെയൊക്കെയോ സംരക്ഷിക്കുവാൻ മമതയും അതോടൊപ്പം തന്നെ തൃണമൂൽ കോൺഗ്രസും ശ്രമിക്കുന്നു. മാത്രമല്ല, ഇത്തരമൊരു പീഡനം നടന്നിട്ടും TMCയുടെ മറ്റു വനിതാ നേതാക്കളോ മമതയോ ഒന്നും കാര്യമായി പ്രതികരിക്കുന്നില്ല. സാധാരണ അനാവശ്യമായ കാര്യങ്ങൾക്ക് വരെ ബഹളമുണ്ടാക്കുന്ന ഒരു പാർട്ടിയാണ് തൃണമൂൽ കോൺഗ്രസ്. അനാവശ്യമായി പാർലമെന്റിനകത്തും പുറത്തുമൊക്കെ ബഹളം വയ്ക്കുകയും നമുക്കറിയാം മഹുവ മൊയ്ത്രയൊക്കെ വലിയ തോതിൽ മലയാള മാധ്യമങ്ങളൊക്കെ ആഘോഷിക്കപ്പെട്ട ഒരു MP ആണ്. പക്ഷേ ഈ MP ഒക്കെ ഇപ്പോൾ ഒളിച്ചിരിക്കുകയാണ്. ആരും തന്നെ കാര്യമായ പ്രതികരണം നടത്തുന്നില്ല. അതിനാൽ പ്രതിഷേധക്കാർ ചൂണ്ടിക്കാണിക്കുന്നത് ചില ഉന്നത വ്യക്തികളുടെ മക്കളോ അല്ലെങ്കിൽ ചില ഉന്നത വ്യക്തികളോ ഒക്കെ തന്നെ ഈ പീഡനത്തിന്റെ ഭാഗമായിട്ടുണ്ട്. അവരെ സംരക്ഷിക്കുവാൻ വനിതാ മുഖ്യമന്ത്രിയായ മമതാ ബാനർജി ശ്രമിക്കുന്നു എന്നതാണ്. മാത്രമല്ല, മുൻപും തൻ്റെ സംസ്ഥാനത്ത് നടക്കുന്ന സ്ത്രീ വിരുദ്ധമായ പ്രവർത്തനങ്ങളെ കാര്യമായി തള്ളിപ്പറയുവാനോ അല്ലെങ്കിൽ അത്തരക്കാർക്കെതിരെ കടുത്ത നടപടി ഉണ്ടാകുമെന്ന് ഒരു പ്രസ്താവന നടത്തുവാൻ പോലും മടി കാണിക്കുന്ന ഒരു മുഖ്യമന്ത്രി കൂടിയാണ് മമതാ ബാനർജി. അതിന് നിരവധി ഉദാഹരണങ്ങളുണ്ട്. 2012 കൊൽക്കത്ത നഗരത്തിന്റെ മധ്യത്തിൽ ഓടുന്ന കാറിൽ ഒരു സ്ത്രീ കൂട്ടബലാത്സംഗത്തിന് ഇരയായ സമയത്ത് അന്ന് മമത പറഞ്ഞൊരു പ്രസ്താവന ഇപ്പോഴും വളരെ വിവാദമായി നിലനിൽക്കുന്നുണ്ട്. ഈ ഘട്ടത്തിൽ ആ പ്രസ്താവന വീണ്ടും ഉയർന്നു വരികയാണ്. അതായത് ആൺകുട്ടികളും പെൺകുട്ടികളും അടുത്തിടപഴകുന്നത് കൊണ്ടാണ് നമ്മുടെ രാജ്യത്ത് പീഡനം നടക്കുന്നത്, അല്ലാതെ മറ്റൊന്നും കൊണ്ടല്ല എന്നൊരു വളരെ ഇന്നത്തെ കാലത്തിന് ചേരാത്തൊരു പ്രസ്താവന മമതയുടെ ഭാഗത്ത് നിന്നുണ്ടായിരുന്നു. അന്നും അതൊരു രാഷ്ട്രീയമായ ഗൂഢാലോചനയുടെ ഭാഗമാണ് ഈ കൊൽക്കത്ത നഗരമധ്യത്തിൽ ഓടുന്ന കാറിനകത്ത് പെൺകുട്ടി പീഡനത്തിനിരയായ സംഭവം എന്നാണ് മമത പറയാൻ ശ്രമിച്ചു വന്നത്. അതോടൊപ്പം തന്നെ സന്ദേശ് ഗാലി സംഭവം നമുക്കറിയാം. അവിടെ നിരവധി സ്ത്രീകൾ ഷിറാബുദ്ദീൻ ഷെയ്ഖ് എന്ന ഒരു തൃണമൂൽ കോൺഗ്രസിന്റെ നേതാവിന്റെ നേതൃത്വത്തിൽ നടന്ന പീഡനങ്ങൾക്ക് ഇരയാക്കപ്പെടുകയും അവർക്ക് സ്വന്തം ഭൂമി ഉൾപ്പെടെ നഷ്ടപ്പെടുകയും ഒക്കെ ചെയ്ത സംഭവം സന്ദേശ് ഗാലിയിൽ ഉണ്ടായിട്ടുണ്ട്. അതും പശ്ചിമ ബംഗാളിലാണ്. ഏതാനും മാസങ്ങൾക്ക് മുൻപാണ് ആ വിവാദം കത്തിക്കേറിയത്. അന്നെല്ലാം മമതാ ബാനർജി കുറ്റവാളികളെ സംരക്ഷിക്കാനുള്ള ശ്രമം നടത്തുന്നു. കാരണം തൃണമൂൽ കോൺഗ്രസിന്റെ പ്രാദേശിക ഗുണ്ടകളായിട്ടുള്ള നേതാക്കൾ, ധാരാളം ഈ ഗുണ്ടാ പ്രവർത്തനം നടത്തുന്ന നേതാക്കൾ ഈ TMCയിലുണ്ട്. മുൻപ് അവർ CPMകാരായിരുന്നു. ഒരു കാലത്ത് പശ്ചിമ ബംഗാളിൽ CPM ഭരിക്കുന്ന സമയത്ത് പാർട്ടി കേഡർ എന്ന പേരിൽ അവിടെ നടത്തിയിട്ടുള്ള ക്രിമിനൽ പ്രവർത്തനങ്ങൾ, അന്ന് അതിന് നേതൃത്വം നൽകിയവർ CPMന്റെ ശക്തി ക്ഷയിച്ച് തൃണമൂലായപ്പോൾ ഈ ഗുണ്ടകളും ക്രിമിനലുകളും എല്ലാം കൂടെ ചേർന്ന് TMCയിലേക്ക് ഒഴുകിയെത്തി. അതാണിപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. അതിനാൽ ഇത്തരം ക്രിമിനലുകളാണ് ഈ പ്രാദേശിക തലത്തിൽ ഈ ഭരണത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അതിനാൽ ഈ കുറ്റവാളികളെ സംരക്ഷിക്കുവാനുള്ള ശ്രമം നടത്തുന്നുവെന്നാണ് ഇപ്പോൾ ഈ പെൺകുട്ടിയുടെ അമ്മയും അച്ഛനും അതോടൊപ്പം തന്നെ ഈ പ്രതിഷേധത്തിന് നേതൃത്വം നൽകുന്ന ആരോഗ്യ സംഘടനകളും ഇപ്പോൾ വിമർശിക്കുന്നത്. രജനി.